തിരൂരിൽ കഞ്ചാവും ഹാഷിഷ് ഓയിലും സംഭരിക്കാൻ വാടക മുറിയെടുത്ത് കഞ്ചാവ് വിൽപ്പനക്കാരൻ. കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ചത് വൻ ലഹരി ശേഖരം. ഏറ്റിരിക്കടവിൽ നിന്ന് 2 കിലോയോളം കഞ്ചാവുമായി കഴിഞ്ഞ മാസം 26-ന് പിടിയിലായ വാക്കാട് ഏനിക്കാക്കാന്റെ പുരക്കൽ സലീം വടക്കനന്നാരയിൽ കൈവശം വെച്ചിരുന്ന മുറിയിൽ തിരൂർ CI MK രമേശും സംഘവും നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരി ശേഖരം കണ്ടെത്തിയത്. ഒരു ഹാളും ശുചിമുറിയും അടങ്ങുന്നതാണ് മുറി. ഫർണിച്ചറുകളോ മറ്റ് വസ്തുക്കളോ ഇല്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നതാണ് ഹാൾ. കുളിമുറിയിൽ വസ്ത്രങ്ങൾ സംശയകരമായ നിലയിൽ കൂട്ടിയിരിക്കുന്നത് കണ്ട് പരിശോധന നടത്തിയതോടെയാണ് വൻ ലഹരിശേഖരം കണ്ടെടുത്തത്. വസ്ത്രങ്ങൾക്കിടയിൽ കരിനീല നിറത്തിലുള്ള ബാഗിലായിരുന്നു ലഹരിശേഖരം. 10 കിലോയോളം കഞ്ചാവും 595 ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് കണ്ടെത്തിയത്. 57 ചെറിയ ഡപ്പികളിലായാണ് ഹാഷിഷ് ഓയിൽ സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ മാസം ഏറ്റിരിക്കടവിൽ നിന്ന് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു ഇയാൾ പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ഇയാളെ തടഞ്ഞ് പരിശോധന നടത്തുകയായിരുന്നു. സ്കൂട്ടറിന്റെ സീറ്റിനടിയിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. ദേഹപരിശോധനയ്ക്ക് ഗസറ്റഡ് ഓഫീസറെ വിളിച്ചു വരുത്തി സീൻ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ജയിലിൽ അടച്ച ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ ലഹരിശേഖരം ലഭിച്ചിരിക്കുന്നത്. 34-കാരനായ സലീം വൻതോതിൽ ലഹരി ഇടപാട് നടത്തുന്ന ആളാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിനാണ് വടക്കനന്നാരയിലെ കേന്ദ്രം ഉപയോഗിച്ചിരുന്നതെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം. SIOമാരായ നിഖിൽ, സജി വർഗീസ്, സിവിൽ പോലീസ് ഓഫീസർ മനോജ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ ഗ്രേസ് SI ജയപ്രകാശ്, ASI ജയപ്രകാശ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ഡയപ്പർ ഹോൾസെയിൽ വ്യാപാരി എന്ന നിലയിലാണ് സലീം വാടക മുറിയെടുത്തിട്ടുള്ളത്. രാത്രിയിൽ മെഡിക്കൽ റപ്പുമാർ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ വസ്ത്രം ധരിച്ച് യുവാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നതായും സലീം കെട്ടിടത്തിലെ മറ്റുള്ളവരുമായി അടുത്തിടപഴകാതെ അകലം പാലിച്ചിരുന്നതായും നഗരസഭാ കൗൺസിലർ ഷബീർ അലി എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നമ്മളെ അന്നാര പ്രദേശത്ത് നിന്ന് കഞ്ചാവ് വേട്ട വ്യാപകമായി നടന്നിരിക്കുകയാണ്. അതിലാദ്യമായിട്ട് എക്സൈസ് പോലീസ് ടീമിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരം കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ട് ശക്തമായ നടപടി അവരെടുക്കുന്നുണ്ട്. അവരെ ആദ്യമായിട്ട് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് കൗൺസിലർ എന്ന രൂപത്തിൽ. ഇവിടുത്തെ പല ക്വാർട്ടേഴ്സുകളും കേന്ദ്രീകരിച്ച് വാടക താമസക്കാരെന്ന വ്യാജന റൂമുകളെടുത്ത് ഇതിൻ്റെ പാക്കിംഗ് ആണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കഞ്ചാവും അതുപോലെ ഹാഷിഷ് ഓയിലിൻ്റെയും പാക്കിംഗ് കേന്ദ്രങ്ങളായിട്ട് ഇവിടുത്തെ പല വാടക ക്വാർട്ടേഴ്സുകളും മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. ചെറുപ്പക്കാരെ കേന്ദ്രീകരിച്ച് ഇത്തരം സംവിധാനങ്ങൾ വ്യാപകമായിട്ട് വിറ്റൊരുക്കുന്ന സംവിധാനമായിട്ട് ഇവിടെ ഇത്രയും സംവിധാനമാകെ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ഇന്നലെയും മിനിയാന്നൊക്കെയുമായിട്ട് കിലോ കണക്കിന് കഞ്ചാവുകളാണ് അന്നാരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസും എക്സൈസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത്. ഞങ്ങൾ പൊതുപ്രവർത്തകർ എന്ന രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. തൊഴിലെടുക്കാതെ എളുപ്പത്തിൽ എങ്ങനെ പണക്കാരനാവാം എന്നുള്ള ചിന്ത ചെറുപ്പക്കാരിൽ വന്നതോടു കൂടിയിട്ട് ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രമായിട്ട് പ്രദേശത്തെ ഒരു വാടക ബിൽഡിങ്ങിൽ നിന്ന് 9 കിലോ കഞ്ചാവും 67 ടപ്പി ഹാഷിഷ് ഓയിലാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. വളരെ ബിസിനസ്സിൻ്റെ മറവിൽ വ്യാപകമായിട്ട് റൂമുകൾ എടുക്കുകയും അതിൻ്റെ മറവിൽ ഇത്തരം പാക്കിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇയാളിവിടെ ഫോറിൻ മാർക്കറ്റിൽ ഡയപ്പർ വിൽപ്പന നടത്തുന്ന അതിൻ്റെ പാക്കിംഗ് കേന്ദ്രമാണെന്നാണ് നമ്മൾ പറഞ്ഞത്. പൊതുവെ പാക്കിംഗ് കേന്ദ്രമാണെന്നുകൊണ്ട് രാത്രി മാത്രമാണ് ഇയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെയൊക്കെ ഓഫീസ് ഒരു ഗോഡൗൺ പോലെ പ്രവർത്തിക്കുന്നത്, രാവിലെ ഒന്നും ആളില്ല. അപ്പം ഞങ്ങളൊക്കെ ഇവിടെയുള്ള ജനങ്ങളൊക്കെ പോയി കഴിഞ്ഞാലാണ് ഇവർ രാത്രി വരിക. അപ്പം നമ്മളത് പാക്കിംഗ് കേന്ദ്രം അല്ല എന്ന രൂപത്തിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കില്ല. അയാൾ വൈകുന്നേരം ദിവസം അവിടെ വരാറുണ്ട്. അയാൾക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അയാൾക്ക് തൊഴിലാളികളുണ്ട്. മെഡിക്കൽ റപ്പുമാരെന്ന വ്യാജാന വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ബാഗൊക്കെ തൂക്കിയിട്ടുള്ള ചെറുപ്പക്കാർക്ക് പാക്കിംഗ് ഒക്കെ ആയി പോകുമ്പോൾ നമ്മളത് അങ്ങനെ ഈ ഡയപ്പറൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കുമല്ലോ. ഇവർക്ക് ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ കേന്ദ്ര ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രൂപത്തിൽ നമ്മൾ തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ വന്ന് പോവാറുണ്ട്, ചില ആളുകൾ അത്ര വെൽ ഡ്രസ്സിലുള്ള ആളുകൾ വന്ന് പോവാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല. ഇത്ര ആളുകളെല്ലാം വെച്ചിട്ട് നമ്മൾ വന്ന് പോവാന്നുള്ളതുള്ളൂ. സാമ്പത്തിക ഇടപാടൊക്കെ നടക്കണതാണ്. അപ്പോൾ നമ്മളൊരു കച്ചവട കേന്ദ്രം വെച്ചിട്ട് അങ്ങനെ ശ്രദ്ധിച്ച് പോവാറില്ല. രാത്രി പല സമയങ്ങളിൽ ഒരു 12 മണി 1 മണി വരെയൊക്കെ അജ്ഞാതരായിട്ടുള്ള ആളുകൾ ഇത് ചുറ്റിപ്പറ്റി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ഓരോ ഓഫീസിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ബിസിനസ് പരമായ കാര്യങ്ങളാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് പോകാറുള്ളത്.
ഇയാള് പിന്നെ തീരെ ഒരു അധോമുഖനായിട്ടുള്ള ഒരാളാണ്. നമ്മൾ സമീപിക്കുന്ന സമയത്ത് എന്താണെന്ന് വ്യക്തമാക്കണില്ല. എന്താ ബിസിനസ് നമ്മളങ്ങനെ നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ ഒഴിഞ്ഞു മാറാണ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെയുള്ള ചില സമീപനം അയാളുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഈ അന്നാര മേഖലയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ കഞ്ചാവിൻ്റെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ ഉൽപ്പാദന കേന്ദ്രം, അതിൻ്റെ വിതരണ കേന്ദ്രം നമ്മുടെ പ്രദേശത്തുള്ള തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ബിൽഡിംഗ് തൊട്ടടുത്തുള്ള പിന്നെ നാട്ടുകാരായിട്ടുള്ള ബിൽഡിംഗ് തന്നെ അവർ രണ്ടാളും മരിച്ചിട്ടുണ്ട്. മക്കളാണ്. റൂം എടുത്തത് ഫോറിൻ മാർക്കറ്റിൽ ഡയപ്പറിന്റെ വിതരണം എന്നിട്ട് കരാർ എഴുതിയിട്ടാണ് റൂം എടുത്തിട്ടുള്ളത്. വാടക കരാർ ജസ്റ്റ് എഴുതിയിട്ടുള്ള 3000 റുപ്യ എന്താ വാടക തീരുമാനിച്ചു തന്നത്. ഈ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഈ അന്നാരം കേന്ദ്രീകരിച്ച് ഇയാൾക്ക് 5ഓളം റൂമുകളുണ്ട്, ക്വാർട്ടേഴ്സുകളുണ്ട്. പിന്നെ ഇതേപോലെ ബിൽഡിംഗ് ആയിട്ടുള്ള റൂമുകളൊക്കെ ഈ വ്യക്തി എടുത്തിട്ടുണ്ടെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോലീസിന് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ അന്വേഷണം വേണമെന്നുള്ള രൂപത്തിൽ. അന്നാരയിൽ നിന്ന് കുറഞ്ഞ ദിവസങ്ങൾക്കിടെ വൻ ലഹരി ശേഖരം കണ്ടെത്തുന്നത് ഇത് 2ാം തവണയാണ്. പ്രദേശത്തെ പല വാടക താമസ കേന്ദ്രങ്ങളും ലഹരി ഇടപാട് കേന്ദ്രങ്ങളാണെന്ന സംശയത്തിലാണ് നാട്ടുകാർ. എഡിറ്റർ ലാബ്, തിരൂർ.